ഈ ആറ്റുപേട്ട അരുവിത്തറ പള്ളിയിൽ ഇന്ന് പോയതാണ് ഇന്നത്തെ വീഡിയോ. പള്ളി നേരെ പെണ്ടിൽ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി 10 തിരക്ക്, ഒരു മീഡിയം തിരക്ക്. പിന്നെ നേരെ എണ്ണ ഒഴിച്ച് നേരെ അകത്ത് കയറി പാത്തിച്ചു. അത് പാത്തിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പാത്തിച്ചു. അത് നേരെ നിലവിലേക്ക് എണ്ണ ഒഴിച്ച് അകത്ത് കയറി പാത്തിച്ച് പുറത്തിറങ്ങി. ഞാൻ കുറേ നാൾ ചേച്ചമണിപ്പോൾ ചെല്ലുന്ന നേരെ ഇനി നമുക്ക് വെള്ളിച്ചിമലയിലാണ് പോകുന്നത്. ഈ ആറ്റിപ്പേട്ട വെള്ളിച്ചിമലയിൽ ഞാൻ ആദ്യമായാണ് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ മെയിൻ വീഡിയോ എല്ലാവർക്കും എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. നേരെ ഇവിടെ നടന്നു പോകുന്ന ഒരു ആക്കൊക്കെയുള്ള ഒരു പടിയാല. പുറകിലോട്ട് വഴിയുണ്ട്, ഗൂഗിൾ മാപ്പിൽ നോക്കി കയറി പോവാം. ഞാൻ ആദ്യമായി പോകുന്നതിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിനൊപ്പം പുറകിലോട്ട് വഴിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വണ്ടി എടുത്ത് നേരെ അപ്പുറകോട്ട് വഴിയോടെ നേരെ പോയി വെള്ളിച്ചിമലയിൽ ചെന്നു. ഞാൻ അങ്ങനെ അവിടെയും പള്ളിയിൽ വായിച്ചിട്ട് ആദ്യമായി ഞാൻ ചെല്ലുന്ന. അങ്ങനെ നമ്മൾ വെള്ളിച്ചിമലയിൽ വന്നു. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ കുരുത്തി കാണാൻ ഭയങ്കര ആയുണ്ടാകും. പിന്നെ സമയം കിട്ടിയപ്പോൾ നേരെ വഴിയുണ്ട്, വണ്ടിക്ക് വരാം. കയറി വന്നു വെള്ളിത്തിമലയിൽ. വണ്ടി താഴെ കിടക്കുക. അങ്ങനെ വെള്ളിത്തിമലയിൽ വന്നു. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കൂട്ടുകാരെ, കമ്മിങ് ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളിച്ചിമലയിലാണ്. വെള്ളിച്ചിമലയിലെ ഏറ്റവും മേലിൽ നമ്മുടെ കുരുത്തിൻ്റെ താഴെയാണ്. കണ്ടോ, കുരുത്തിൻ്റെ ഏറ്റവും താഴെയാണ്. ഇവിടുന്ന് നടന്ന് വരുന്ന വഴി ഇതാണ്. ഇപ്പം ഞാൻ നടന്ന് ഈ കല്ലിൻ്റെ ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ ആറ്റുപേട്ട ടൗൺ ഫുള്ളും കാണാം. പ്രത്യേകിച്ച് നമ്മുടെ തണറായി ചോപ്പിട്ടിൽ കാണാം. ഇവിടെ കറക്റ്റായി നോക്കിയാൽ തണറായി ചോപ്പിട്ടിൽ കാണാം. പിന്നെ മലകൾ, വാഗമൺ റൂട്ട് എല്ലാം അവിടെ ഇവിടുന്ന് നോക്കി കാണാം. അപ്പുറേ ഭാഗം എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ വന്നതാണ്. ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു ചേട്ടനുണ്ട്. വരുമ്പോൾ ആ ചേട്ടനെ കണ്ടാൽ ചേട്ടൻ എല്ലാ കാര്യവും പറഞ്ഞു തരും. എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം കുറച്ച് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അടിയിലൊരു ദേവാലയമുണ്ട്, അവിടെ പ്രാർത്ഥിക്കാം. പിന്നെ ഒരു ഏറ്റുനാഥൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ഇവിടെ നോക്കിയുമ്പോൾ അതിൻ്റെ കാര്യം ഏറ്റവും ടോപ്പിൽ വന്നു. ഇവിടെ ഒരു മാതാവിൻ്റെ ഉണ്ട്, ഏറ്റുനാഥൻ്റെ. അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യാനേ, എനിക്കധികം കൂടെ അറിയില്ല. ഇവിടെ നോക്കിയാൽ പേട്ട ഫുള്ളും കാണാം. എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ. എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് കുറവാണ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലെ ഇനിയും വീഡിയോ കാണാം. ഇനിയും അടുത്ത വീഡിയോയുമായി ഇനിയും വരാം എന്ന് പറഞ്ഞ് ഞാൻ എത്തുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞ് ഇറങ്ങുക. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ചെന്നി അടിച്ചിവിടെ വീഴും. കാരണം പുല്ലും പാറയാണ്. നോക്കി ഇറങ്ങും. ഇവിടെ എൻ്റെ ഒപ്പം ഒരു ചേട്ടൻ വന്നിട്ടുണ്ടാകും. ആ ചേട്ടൻ എവിടെ പോയി തപ്പി കണ്ടിട്ടില്ല. ആ ചേട്ടൻ ഇവിടുത്തെ കണ്ടിട്ട് ഉള്ളതാണ്. പേര് ചോദിച്ച് മറന്നുപോയി. പുല്ലും കല്ല്, അത് ഞാൻ കല്ല്. കൂടുതൽ വീഡിയോയിൽ പറയാൻ ആയുണ്ട്. തെങ്ങടിച്ച് പിന്നെ ഒന്നും പറയില്ല. ഒരു വാഗമൺ റൂട്ടെല്ലാം അവിടെ കാണാം. അവിടെയും പോകാറുണ്ട്. ഇപ്പോൾ ഇറങ്ങി വന്ന് വൈ വെള്ളിച്ചമല കാണാനായുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് സമയമുണ്ട്. ഡ്യൂട്ടിക്ക് അധികം കയറുണ്ടായിരുന്നു. 1 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നു ഞാൻ. മറ്റേ അവിടെ ഏറ്റുനാഥൻ്റെ ഒരു വിഗ്രഹമുണ്ട്, ദേവാലയം. ഈ ഒരു കുരുത്തിൻ്റെ താഴെയാണ് പോകുന്നത്. അകത്ത് ആ ചേട്ടനെ കണ്ട പോവാന്ന് പറയാൻ. അങ്ങനെ വെള്ളിച്ചിമല കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ട് കണ്ട് ലൈക്ക് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം.
എൻ്റെ സബ്സ്ക്രൈബ് കുറവാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് കൂട്ടിയാൽ ഇനിയും നല്ല വീഡിയോ ഇനിയും വരും. ഇനി എല്ലാവർക്കും ഞാൻ പുതിയൊരു ജീവിതം പറയുന്നില്ല, കാരണം രാത്രിയായി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി അടുത്ത വീഡിയോയുമായി കാണാം.